നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിശ്വാസികളാൽ നിറഞ്ഞ ഈദ്ഗാഹുകളും പള്ളികളും. ഒരുമയുടെ പെരുമയോടെ പെരുന്നാൾ ആഘോഷം. വിമാനം പറത്തുന്നതിനിടെ പൈലറ്റ് കുഴഞ്ഞു വീണ് മരിച്ചു. രക്ഷാപ്രവർത്തനങ്ങളിലെ പങ്ക്. കലാ കുവൈത്തിന് ആദരം. ഫുട്ബോൾ കളിക്കാനെത്തിയ മലയാളി താരം സൗദി എയർപോർട്ടിൽ കസ്റ്റംസ് പിടിയിൽ. അറഫ ചൂടിൽ തളർന്ന 225 പേർക്ക് ചികിത്സ നൽകി. ഹജ്ജിനിടെ മക്കയിൽ കൊണ്ടോട്ടി സ്വദേശി അന്തരിച്ചു. ഇഷ്ടം പോലെ ബസ് സർവീസ്. പെരുന്നാൾ യാത്രകൾ ഈസി. വിശ്വാസികളാൽ നിറഞ്ഞ ഈദ്ഗാഹുകളും പള്ളികളും. ഒരുമയുടെ പെരുമയോടെ പെരുന്നാൾ ആഘോഷം. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണകളുമായി യുഎയിലെ സ്വദേശികളും വിദേശികളും ബലിപെരുന്നാൾ ആഘോഷിച്ചു. സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലും ഇന്നലെയായിരുന്നു പെരുന്നാൾ. ഒരു ദിവസം വൈകി മാസപ്പിറവി കണ്ട ഒമാനിലെ വിശ്വാസികൾ ഇന്ന് കേരളത്തോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കും. ദൈവപ്രകീർത്തനങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലേക്ക് പുതുവസ്ത്രമണിഞ്ഞെത്തിയ വിശ്വാസികളാൽ ഈദ്ഗാഹുകളും പള്ളികളും നിറഞ്ഞു കവിഞ്ഞിരുന്നു. പെരുന്നാൾ നമസ്കാരത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 10,000-കണക്കിന് പേർ അണിനിരന്നു. തിരക്കുമൂലം മിക്കയിടങ്ങളിലും വരാന്തയിലും മുറ്റത്തും സമീപത്തെ റോഡിലും പാർക്കിങ്ങുകളിലും നടപ്പാതകളിലും നിന്നാണ് പലർക്കും പ്രാർത്ഥന നിർവഹിക്കാനായത്. നമസ്കാരശേഷം വിശ്വാസികൾ പരസ്പരം ആശ്ലേഷിച്ചും ഹസ്തദാനം ചെയ്തും ഈദ് ആശംസകൾ കൈമാറി. അപരിചിതരായ വിവിധ രാജ്യക്കാരും ഭാഷക്കാരും ഈദ് മുബാറക്ക് ചൊല്ലി ആശംസകൾ കൈമാറിയാണ് പിരിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. വിമാനം പറത്തുന്നതിനിടെ പൈലറ്റ് കുഴഞ്ഞു വീണ് മരിച്ചു. കൈറോയിൽ നിന്ന് താഫിയയിലേക്കുള്ള യാത്രക്കിടെ വിമാനത്തിന്റെ പൈലറ്റ് മരിച്ചതിനെ തുടർന്ന് കോ പൈലറ്റ് വിമാനം ജിദ്ദയിൽ അടിയന്തരമായി ഇറക്കി. ഈജിപ്ഷ്യൻ വിമാന കമ്പനിയായ സ്കൈ വിഷനിൽ എയർബസ് 320A ഇനത്തിൽപ്പെട്ട വിമാനത്തിന്റെ പൈലറ്റ് ക്യാപ്റ്റൻ ഹസൻ യൂസുഫ് അദസ് ആണ് മരിച്ചത്. കൈറോയിൽ നിന്ന് താഫിയയിലേക്കുള്ള നെസ്മ എയർലൈൻസിന്റെ NE 130 നമ്പർ ഫ്ലൈറ്റിൽ താൽക്കാലിക പൈലറ്റായി സേവനമനുഷ്ഠിക്കുന്നതിനിടയിലാണ് പൈലറ്റ് കുഴഞ്ഞുവീണ് മരിച്ചത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ജിദ്ദ. രക്ഷാപ്രവർത്തനങ്ങളിലെ പങ്ക്. കലാ കുവൈത്തിന് ആദരം. മംഗഫിലെ തീപിടുത്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവ പങ്കുവഹിച്ച കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷന് കുവൈത്ത് പോലീസിന്റെ ആദരം. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ എവിഡൻസ് വിഭാഗത്തിലെ മേജർ ജനറൽ ഈദ് റാഷിദ് അൽ ഒവേഹാൻ കലാ കുവൈത്ത് സാമൂഹിക വിഭാഗം സെക്രട്ടറി ജിൻസിന് പ്രശംസാപത്രം കൈമാറി. 49 പേർ മരിക്കുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ദുരന്തത്തിൽ സ്വന്തം ജീവൻ മറന്നും നിസ്വാർത്ഥ സേവനം അനുഷ്ഠിച്ചതിനുള്ള ആദരമാണിതെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റവർക്ക് പോലീസിന്റെ അനുമതിയോടെ ആവശ്യമായ സഹായം നൽകിയ സംഘത്തിന് ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ച സർക്കാരിനും എംബസിക്കും നാടിനും ബന്ധുക്കൾക്കും തണലായി പ്രവർത്തിക്കാനും സാധിച്ചതായി കലാഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈത്ത്. ഫുട്ബോൾ കളിക്കാനെത്തിയ മലയാളി താരം സൗദി എയർപോർട്ടിൽ കസ്റ്റംസ് പിടിയിൽ. മലയാളി ഫുട്ബോൾ താരം സൗദി അറേബ്യയിലെ അബഹ വിമാനത്താവളത്തിൽ പിടിയിൽ. മദ്യക്കുപ്പിയിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ സഹിതമാണ് താരത്തെ പിടികൂടിയിരിക്കുന്നത്. അബഹയിൽ പെരുന്നാൾ ദിനങ്ങളിൽ പ്രവാസി സംഘടനകൾ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മത്സരത്തിൽ പ്രമുഖ മലയാളി ടീമിന് വേണ്ടി കളിക്കാനെത്തിയതായിരുന്നു യുവാവ്. ഇയാൾ വിവിധ ടീമുകൾക്ക് വേണ്ടി കളിക്കാൻ സൗദിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിരന്തരം എത്താറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അബഹ എയർപോർട്ടിൽ എത്തിയ യുവാവിന്റെ ലഗേജിൽ മദ്യക്കുപ്പിയിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കറുകളുടെ വൻ ശേഖരം കണ്ടതാണ് പിടികൂടാൻ കാരണമെന്ന് അറിയുന്നു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. നാട്ടിൽ നിന്നൊരാൾ കൊടുത്തയച്ചതായും പറയപ്പെടുന്നു. ലഹരികടത്ത് തടയാൻ സൗദി എയർപോർട്ടുകളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. 3 സ്കാനറുകളിലെ പരിശോധനയ്ക്ക് ശേഷമാണ് ലഗേജുകൾ കടത്തിവിടുന്നത്. മദ്യനിരോധനം നിലനിൽക്കുന്ന സൗദിയിൽ മദ്യവുമായി ബന്ധപ്പെട്ട എന്ത് വസ്തു കൊണ്ടുവരുന്നതും കുറ്റകരമാണ്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് കൊണ്ടുവരുന്നതിനും നിശ്ചിത അളവിൽ കൂടുതൽ മരുന്ന് കൊണ്ടുവരുന്നതിനുമെല്ലാം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റിയാദ്. അറഫ ചൂടിൽ തളർന്ന 225 പേർക്ക് ചികിത്സ നൽകി.
ചൂടും തളർച്ചയും അനുഭവപ്പെട്ട 225 പേർക്ക് അറഫ ദിനത്തിൽ ചികിത്സ ലഭ്യമാക്കിയതായി ആരോഗ്യ മന്ത്രാലയം. അറഫ സംഗമത്തിനായി കാരുണ്യത്തിന്റെ മലയായ ജബറുൽ ലഹ്മയിൽ കയറിയപ്പോഴായിരുന്നു ഇവർക്ക് തളർച്ച അനുഭവപ്പെട്ടത്. സൂര്യാഘാതം നേരിടുന്നവരെ ചികിത്സിക്കാനായി അറഫയിൽ 20 കിടക്കകളുള്ള അത്യാധുനിക ചികിത്സാ കേന്ദ്രം തുറന്നിരുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മക്ക. ഹജ്ജിനിടെ മക്കയിൽ കൊണ്ടോട്ടി സ്വദേശി അന്തരിച്ചു. ഹജ്ജ് കർമ്മത്തിനിടെ കൊണ്ടോട്ടി സ്വദേശി മക്കയിൽ അന്തരിച്ചു. കൊണ്ടോട്ടി വെള്ളമാർതൊടിക ഹംസയാണ് മരിച്ചത്. മുണ്ടപ്പലം സ്വദേശിയായ ഹംസ നിലവിൽ കൊണ്ടോട്ടി 17-ാം മൈലിലെ ഫെഡറൽ ബാങ്കിന് പിൻവശത്താണ് താമസിക്കുന്നത്. ഭാര്യയുടെ കൂടെ ഹജ്ജ് നിർവഹിക്കാൻ എത്തിയതായിരുന്നു. മയ്യത്ത് മക്ക ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മക്ക. ഇഷ്ടം പോലെ ബസ് സർവീസ്. പെരുന്നാൾ യാത്രകൾ ഈസി. പെരുന്നാൾ യാത്രകൾ സുഗമമാക്കാൻ കൂടുതൽ നഗര ബസ് സർവീസുകൾ ഏർപ്പെടുത്തി ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഇന്ന് 4800 സർവീസുകൾ നഗരമേഖലകളെ ബന്ധിപ്പിച്ചുണ്ടാകും. ഷാർജ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് കീഴിൽ മൊത്തം 484 ബസ്സുകൾ പൊതു സർവീസിനായി സജ്ജമാക്കിയിട്ടുണ്ട്. 15 പ്രധാന ബസ് റൂട്ടുകളാണ് എമിറേറ്റിലുള്ളത്. ഓരോ 10 മിനിറ്റിലും ബസ് സർവീസ് ലഭിക്കും. പുലർച്ചെ 3:45 മുതൽ രാത്രി 12:30 വരെ സർവീസ് ലഭിക്കും. ഖോർഫഖാനിലെ സുഹബ് റെസ്റ്റ് ഏരിയ, ഖൽബിയിലെ വിവിധ പാർക്കുകൾ എന്നിവിടങ്ങളിലേക്ക് 15 മിനിറ്റ് കൂടുമ്പോൾ സർവീസ് ലഭിക്കും. ഒമാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷാർജയിൽ നിന്ന് 23-ാം നമ്പർ ബസ്സിൽ കയറാം. അൽ ജുബൈൽ സ്റ്റേഷനിൽ നിന്ന് രാവിലെ 6:30 ഒമാനിലേക്ക് പോകാം. 4-ന് മസ്കറ്റിലെത്തും. ഈ സർവീസിനിടയിൽ 2 രാജ്യങ്ങളിലുമായി 10 സ്റ്റോപ്പുകളുണ്ട്. രണ്ടാമത്തെ സർവീസ് മസ്കറ്റിൽ നിന്നും പുലർച്ചെ 6:30-ക്കാണ്. വൈകിട്ട് 4-ന് അൽ ജുബൈൽ സ്റ്റേഷനിൽ എത്തും. ഓൺലൈൻ വഴിയും മസ്കത്ത്, അൽ ജുബൈൽ ബസ് സ്റ്റേഷനുകളിൽ നിന്നും യാത്രാ ടിക്കറ്റ് എടുക്കാം. മസ്കറ്റിൽ നിന്ന് 1 വേ ടിക്കറ്റിന് 10 ഒമാൻ റിയാലാണ് നിരക്ക്. മക്ക ടിക്കറ്റ് വേണമെങ്കിൽ 19 റിയാൽ നൽകണം. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ഷാർജ. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.